ആസിഡ് എന്താണ് പ്രതീക്ഷ? ഈ ഭരണ തുടർച്ച തന്നെയാണോ ഇനി അതല്ലെങ്കിൽ ഭരണ മാറ്റം ഉണ്ടാവുമോ എന്താണ്? അല്ലെങ്കിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടർച്ച തന്നെ ചെയ്യാൻ വേണ്ടി ജനങ്ങൾ അതിനെ അനുവദിക്കുമോ? എന്താണ് നിങ്ങൾക്ക് നമ്മുടെ സ്പോർട് കേരളയുടെ പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ ഈ ഇലക്ഷനെ നേരിടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജ്ജമാക്കി പ്രവർത്തകർ ഇന്ന് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഒരു മുന്നണിയാണ് LDF. അപ്പോൾ LDFിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ച തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 30 വർഷവും ഈ നഗരസഭയുടെ സർവ്വ മേഖലയിലും വികസനം എത്തിക്കുന്നതിന് വേണ്ടി അന്ന് ഓരോ കാലത്തുള്ള ഭരണസമിതികൾ ഒരു മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്ന് കൊയിലാണ്ടി നഗരം ഇതര പട്ടണങ്ങളെ വെല്ലാൻ കഴിയുന്ന ഏറ്റവും വലിയ നഗരമായി മാറിയിട്ടുണ്ട്. നഗരസഭയുടെ വരുമാന സ്രോതസ്സുകളെല്ലാം കൂടിയിട്ടുണ്ട്. ഇതോടൊപ്പം ജനപ്രിയമായിട്ടുള്ള ക്ഷേമ പദ്ധതികളെല്ലാം കൃത്യസമയത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നടപടിയും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. LDF കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നേടി വൻ ഭൂരിപക്ഷമാണ് ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് പരാജയപ്പെട്ട സീറ്റുകളിൽ ഇത്തവണ അവിടെ വിജയം സുനിശ്ചിതമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവിടെ ജയിക്കാൻ കഴിയും. കൂടാതെ UDFിൻ്റെ തീരപ്രദേശങ്ങളിലെ പല കുത്തക സീറ്റുകളിലും ശക്തമായ മത്സരം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തീരപ്രദേശങ്ങളിൽ കുറേ സീറ്റുകളെങ്കിലും ഞങ്ങൾക്ക് വിജയിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷ കൂടി ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സങ്കീർണതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നേരത്തെ തന്നെ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ മെമ്പർമാരെയും നേരത്തെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു? സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം എല്ലാവർക്കും സ്വീകാര്യമായ സ്ഥാനാർത്ഥികൾ അതാത് വാർഡ് കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശം സ്വരൂപിച്ചിട്ടാണ് ഞങ്ങളുടെ ഉപരി കമ്മിറ്റി അംഗീകരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ വലിയ ചർച്ചയൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. എവിടെ നിന്നും ഞങ്ങൾക്ക് നേരത്തെ ഒരു റബലായിട്ട് മത്സരിക്കുന്നതോ അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം ഞങ്ങളുടെ നഗരസഭയിൽ നിന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി എന്ന് മാത്രമല്ല UDFിൻ്റെ പല ആളുകളും ഇപ്പം UDFിൻ്റെ ഭാഗത്ത് നേരത്തെ നിന്നിരുന്ന പലരും ഇപ്പം 43ാം ഡിവിഷനിൽ മത്സരിക്കുന്നത് ഹാഷിം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. AV ഇബ്രാഹിംകുട്ടി ഹാജിയുടെ മരുവനായിരുന്നു. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാണ് LDFിൻ്റെ. അപ്പോൾ UDFിൻ്റെ പല സ്ഥാനാർത്ഥികളും പ്രവർത്തകരും LDFിൻ്റെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട്. പ്രതിസന്ധി അവരെയാണ് നയിക്കുന്നത്. LDFിന് അത് ബാധകമല്ല. അപ്പോൾ എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം നേടുന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലേ? ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസവും അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഇടയിലേക്കുള്ള ഞങ്ങളുടെ പ്രവർത്തകർ പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു വിശ്വാസവും കൂടി വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടും. സീറ്റിൻ്റെ എണ്ണം ഒന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. കഴിഞ്ഞതിനേക്കാൾ സീറ്റ് നേടുമെന്ന് മാത്രമല്ല വോട്ടിംഗ് നിലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ കഴിയും. അപ്പോൾ തീർച്ചയായും LDFിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇതിലെ പങ്കെടുത്ത പല മെമ്പർമാരും അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും സ്പോർട് കേരളയുടെ ഭാഗത്തു നിന്ന് നേരുകയാണ്. ഓക്കെ, താങ്ക് യു.